പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് മറ്റൊരു ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് നമുക്ക് വേണ്ടി ഈ ക്ലാസ് നടത്തുന്നത് നമ്മുടെ ഇടവകയിലെ സ്ത്രീ സമാജ പ്രവർത്തകരാണ്. ഈ പരിപാടി നമുക്കൊക്കെ നമ്മുടെ പള്ളികളിൽ നമ്മളുടെ ഈ കാലഘട്ടത്തിലെ സൺഡേ സ്കൂൾ പഠനവുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് അറിയുള്ളൂ. നമുക്ക് അവരുടെ അനുഭവങ്ങൾ, അവരുടെ ക്ലാസ്സുകൾ കേൾക്കാം. വന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൺഡേ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ശ്രീ അനീഷ് ജോർജിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വികാരികളും ജൂലി ടീച്ചർ, നമ്മുടെ ഇടയിലുള്ള സമാജ പ്രവർത്തകരെ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സ്ത്രീ സമാജത്തിന്റെ അഖില മലയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന മക്കൾക്കൊപ്പം എന്ന പരിപാടി ഇവിടെ നമ്മുടെ ഇടയിലെ വനിതാ സമാജങ്ങൾ സംഘടിപ്പിക്കുകയാണ്. അതിൽ ഇന്നത്തെ ഈ തലമുറ, ന്യൂജൻ തലമുറകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അടിമകളായി പോയിക്കൊണ്ടിരിക്കും. വേദപഠനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അല്ലേ? പണ്ട് കാലങ്ങളിൽ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോണിൽ നോക്കുന്ന സമയത്ത് പണ്ട് കാലത്തെ മാതാപിതാക്കൾ വേദപുസ്തകം വായിക്കുമായിരുന്നു. ഇന്ന് കുട്ടികളെന്താ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? ഫോണിൽ നോക്കാനാണ്, അല്ലെ? ഇൻസ്റ്റ അല്ലെങ്കിൽ റീൽസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം. അതിന് നമ്മൾ വഴിയെത്തി പോകാറുണ്ട്. അപ്പം പണ്ടത്തെ കാലങ്ങളിൽ സൺഡേ സ്കൂളിലും വേദപഠനത്തിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ആ അനുഭവങ്ങൾ, പണ്ട് ഈ മാതാപിതാക്കൾക്ക് ലഭിച്ച അനുഭവങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പങ്കുവെക്കാനാണ് ഇവര് ഈ മക്കൾക്കൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നെ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യം വന്നിരിക്കുന്ന എല്ലാവരും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ ഇടവക വികാരി അച്ഛനെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നമുക്ക് വേണ്ടി ഉപദേശങ്ങൾ തരുന്ന നമ്മുടെ ഈ വികാരി അച്ഛനെ ഈ മക്കൾക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് ആദരവുമായി സ്വാഗതം ചെയ്തോളൂ. നമ്മുടെ വനിതാ സമാജത്തിന് ചുക്കാൻ പിടിക്കുന്ന ടൈഡൽ റൂബി വർഗീസ് ഇത്രയും നല്ലൊരു പരിപാടി സംഘടിപ്പിക്കാൻ വിവേകിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ചെയ്ത റൂബി വർഗീസിനെ ആദരവുമായി സ്വാഗതം. റൂബി രാജീവ് സൂസിനെയും ട്രഷറായിട്ട് ലില്ലി ടീച്ചറിനെ ആദരവുമായി സ്വാഗതം ചെയ്തോളൂ. ഈ മക്കൾക്കൊപ്പം എന്ന പരിപാടിയിൽ പ്രധാനമായും ഒരു അവരുടെ ജീവിതാനുഭവം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായും നമുക്ക് അവിടെ കടന്നു വന്നിരിക്കുന്നത് ജൂലി ലൈജു ടീച്ചറാണ്. ടീച്ചറിനെ ആദരവുമായിട്ട് സ്വാഗതം ചെയ്തോളൂ. ആ കൂടെ തന്നെ അമ്മമാരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് മോളി ജോണ്, മേരി സുമ ടീച്ചറെ എന്നിവരെ ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പൊതുവെയിലെ എല്ലാ വനിതാ സമാജ അംഗങ്ങളെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും കുട്ടികളെയും ഒറ്റ വാക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. ആരെങ്കിലും വിട്ടുകൊടുത്ത് ക്ഷമിക്കണം. എല്ലാവരും ഒറ്റ വാക്ക് ആദരവുമായി ക്ഷമിച്ചുകൊണ്ട് ഞാൻ പട്ടികയിൽ നിന്ന് വിലക്കുന്നു. ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛനാണ്. അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും ബഹുമാനത്തോടെ ക്ഷണിച്ചു. ഇന്ത്യയിലെ
അതുപോലെ ടീച്ചർ, മറ്റ് സമാജത്തിന്റെ സെക്രട്ടറി, സെക്രട്ടറി, അതുപോലെ സെൻട്രൽ സ്കൂളിലെ അധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷമുണ്ട്. അതുപോലെ വനിതാ സമാജത്തിന്റെ ഒരു നൂതനമായ കാൽവെപ്പാണ് മക്കളോടൊപ്പം എന്ന് പറഞ്ഞു. ഇത് മുൻ വർഷങ്ങളിലേക്ക് പദ്ധതിയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. സമാജം, ആത്മീയ സംഘടന അവരെ പ്രവർത്തിക്കും, സൺഡേ സ്കൂളുകളും പ്രവർത്തിക്കും. പക്ഷെ അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കുവാൻ വേണ്ടി ഇങ്ങനെ വേർതിരിച്ച ഈ സന്ദർഭത്തെയും സാഹചര്യത്തെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളെ കൂടി വരുന്നൊരു പേരുണ്ടാവണം. മുതിർന്ന തലമുറയിൽ നിന്ന് അവരുടേതായ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ കുഞ്ഞുങ്ങളാൽ നിങ്ങൾക്ക് ഒരു പ്രചോദനം ഉണ്ടാവണം. ഇവരൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണ് പള്ളിയിൽ പോയത്, പ്രാർത്ഥിച്ചത്, വിശ്വാസം കാത്ത് സൂക്ഷിച്ചത്, ജീവിച്ചത് എന്ന് കുഞ്ഞുങ്ങളെ പഠിക്കുവാനും യശയ്യാപ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ വഴികളോട് ചോദിച്ച് പഠിപ്പിക്കും, എന്നാൽ നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും. വിശ്രാമം, മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒക്കെ ഒരു സമാധാനവും വിശ്രമവും കിട്ടണമെങ്കിൽ ലോകത്ത് ഒത്തിരി വഴികൾ കാണാം. പക്ഷെ വഴികളിൽ ചെന്നിട്ട് പഴയ വഴികൾ ഏതെന്നും ആ പഴയ വഴികളിൽ ചെന്നിട്ട് ചോദിക്കണം നല്ല വഴി. പഴയ വഴികളുടെ അടുക്കൽ മതിരിക്കുക. അതുകൊണ്ട് ഈ മുതിർന്ന തലമുറയുടെ അമ്മമാരുടെ ഉപദേശങ്ങൾ, പഠിപ്പിക്കലുകൾ വീട്ടിൽ വെച്ച് കിട്ടുന്നുണ്ട്. എങ്കിലും ഒരുമിച്ച് വന്നിരിക്കുവാൻ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തെ എല്ലാവരെയും നല്ല സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് നന്ദി. അടുത്തതായിട്ട് നമുക്കൊരു പാട്ട് കേൾക്കാം. പാടുന്നത് ആരോൺ ഷിജു ചാണ്ടി. നിന്റെ വീണ്ടവയ സ്നേഹിതനാ നിന്റെ വീണ്ടവനി നീ തുറക്കാൻ ഏകോജവനും നീ ഓട്ട് പോലിപ്പം പോവണമെടുന്നു ഏകോജവനും നീ ഓട്ട് പോലിപ്പം താങ്ക് യു ആരോ. ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം നമ്മുടെ പഴയകാല സൺഡേ സ്കൂൾ ജീവിതത്തെ കുറിച്ച് ഓർത്തെടുത്ത് നമ്മളോട് സംവദിക്കാനായിട്ട് വരുന്നത് ശ്രീമതി മോണി ജോൺ ആണ്. ആന്റിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മാതാപിതാക്കൾ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, കുഞ്ഞുങ്ങളെ, ആദ്യമായിട്ട് ഞാനൊരു ചെറിയൊരു പാട്ട് പാടട്ടെ. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്നോട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. ഈ പാട്ട് ഞാൻ എത്ര വർഷം മുമ്പ് പഠിച്ചതാണെന്നറിയാമോ? ഒരു 50 വർഷം മുമ്പ് ഞാൻ എൻ്റെ സൺഡേ സ്കൂളിലെ പഠിച്ച പാട്ടാണിത്. സൺഡേ സ്കൂളിൽ 10 വർഷത്തോളം ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് 10 വർഷത്തോളം സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞാണ് ഈ പള്ളിയിലേക്ക് വന്നത്. സൺഡേ സ്കൂളിൻ്റെ അനുഭവം ഒത്തിരി ഉണ്ട് പറയാൻ. അന്നത്തെ കാലത്ത് ഞങ്ങളെ ഭയങ്കര നിർബന്ധം. ഒരു ദിവസം പോലും സൺഡേ സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. മാതാപിതാക്കൾ നല്ല ശിക്ഷ തരും. ആദ്യം പള്ളിയിൽ പോയില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടും. ഈ സൺഡേ സ്കൂളിൽ പള്ളി രാവിലെ എഴുന്നേറ്റാലുടനെ പള്ളിയിൽ പോയി തിരിച്ചു വന്ന
അമ്മ എടുത്ത് അന്ന് ഞുള്ളരി എന്ന് പറയുന്നൊരു സാധനം അവിടെ ഞങ്ങൾക്ക് ഒരു പേപ്പറിനകത്ത് ഒരു നുള്ള അരി എടുത്തിട്ട് പൊതിഞ്ഞിട്ട് തരും. അത് എല്ലാവരും കളക്ട് ചെയ്തിട്ട് അവിടെ സൺഡേ സ്കൂളിൽ വെച്ച് അത് എവിടെയോ അനാഥ മന്ദിരത്തിലൊക്കെ അന്നത്തെ കാലത്ത് കൊണ്ട കൊടുക്കുന്നതായിരുന്നു. അതൊക്കെ എൻ്റെ ഓർമ്മയിൽ നല്ലപോലെ ഉണ്ട്. പിന്നെ വാക്യം തലേ ഞായറാഴ്ച പഠിപ്പിച്ച ഭാഗത്തിൽ നിന്നുള്ള വാക്യം റെഫറൻസ് സഹിതം കാണാതെ പഠിച്ചില്ലെങ്കിൽ നല്ല ശിക്ഷ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു ടീച്ചർമാരുടെ കയ്യിൽ നിന്ന്. പിന്നെ അത് വർഷാവസാന പരീക്ഷയുടെ സമയത്ത് ഇത് മൊത്തം റെഫറൻസ് സഹിതം വായിച്ച് കേൾപ്പിക്കണമായിരുന്നു. പിന്നെ എല്ലാ കാര്യത്തിലും ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ അന്ന് നമ്മൾ ഈ ചെറുപ്രായത്തിൽ പഠിച്ച ആ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. ഈ പാട്ട് ഞാൻ ഈ 50 വർഷത്തിന് മുമ്പ് ഈ പഠിച്ച പാട്ട് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കാനുള്ള കാര്യമാണ്. നമ്മളെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒന്നും നമ്മൾ മറക്കത്തില്ല. അതായത് ഈ പ്രായത്തിലൊക്കെ ഞാൻ ഇപ്പോൾ ഈ അമ്മയുടെ പ്രായത്തിലൊക്കെ കേൾക്കുന്നത് ഇന്നലെ കേട്ടത് ഇന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഈ സൺഡേ സ്കൂളിലെ ടീച്ചർമാർ പറയുന്നതൊക്കെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, പഠിക്കുക, ജീവിതത്തിലെല്ലാം പ്രാവർത്തികമാക്കുക. പിന്നെ ഈ 10-12 വർഷത്തോളം ഒരുമിച്ച് പഠിച്ച് ഞങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു ഭയങ്കര ആ ദൈവീയ ഒരു സ്നേഹം, ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് ഇപ്പോഴും അനുഭവിക്കാൻ ഞങ്ങളുടെയൊക്കെ മനസ്സിലത് ഓർമ്മയുണ്ട്. നിങ്ങളും ഭാവിയിൽ പല ലോകത്തിൻ്റെ പല ഭാഗത്തൊക്കെ പോകും. നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ പഠിക്കുന്നൊന്നും ഒരു കാലത്ത് മറന്നു പോകാൻ ഇടയാകരുത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് അവരെ ഒരിക്കലും നമ്മൾ മറക്കത്തില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിൽ പോയി പള്ളിയിലൊക്കെ ചെല്ലുമ്പം നിന്നെ ഞാൻ എത്ര വർഷം സൺഡേ സ്കൂൾ പഠിപ്പിച്ചതാണ് ഇങ്ങനെ ഒരു ചോദ്യം ഇപ്പോഴും ചോദിക്കും. ഇപ്പോഴും അവിടെയുള്ള അപ്പച്ചന്മാർ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും ഇനിയും മുന്നോട്ടുള്ള കാലങ്ങളിലെല്ലാം ഇതൊക്കെ സംഭവിക്കാനുള്ളതാണ്. ഇത്രയൊക്കെ എനിക്ക് അനുഭവം പറയാനുള്ള എല്ലാം വന്നുപോയി. സൺഡേ ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി അറിയിച്ചു. എത്ര മനോഹരമായ ഒരു ഷെയറിംഗ് ആയിരുന്നു അല്ലെ? കുട്ടികൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതൊരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയല്ല, ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ്. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ ഈ സംസാരിക്കുന്ന ആന്റിമാരോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പം അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ഒരു പാട്ട് കേൾക്കാം. പാട്ട് പാടാനായിട്ട് വരുന്നത് നിഖിലും സംഘവും. താങ്ക് യു. അടുത്തതായി നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി ക്ഷണിച്ചതനുസരിച്ച് ഇവിടെ നമ്മളോട് ക്ലാസ് എടുക്കാനായിട്ട് നമ്മളോട് സംവദിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ജൂലി ടീച്ചറാണ്. ടീച്ചറിനെ ഏറ്റവും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സെന്റ് ജോൺസ് ചെറിയ പള്ളിയുടെ വികാരി ഏറെ ആദരണീയനായ പോൾ എബ്രഹാം അച്ഛൻ, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററും പ്രിയപ്പെട്ട അനീഷ് സാറും, മർത്തമറിയ സമാജം സെക്രട്ടറി പ്രിയപ്പെട്ട റൂബി വർഗീസ്, അതുപോലെ തന്നെ മർത്തമറിയ സമാജത്തിന്റെ പ്രവർത്തകർ, സൺഡേ സ്കൂൾ അധ്യാപകർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എനിക്ക് തോന്നുന്നു സഭയുടെ ചരിത്രത്തില് അല്പം വ്യത്യസ്തമായൊരു കാലഘട്ടത്തിന്റെ കാൽവെപ്പും കൂടെ ആയിരിക്കും ഈ ഒരു കാലഘട്ടം എന്ന് ഞാൻ ഈ പ്രത്യേക പ്രോഗ്രാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭയങ്കര സന്തോഷം തോന്നി.
കാരണം ഇടവകയിലെ കുറേയൊക്കെ പ്രായമായവരും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഒരു കണ്ടുമുട്ടൽ, അതൊരു വേദി എന്ന് പറയുന്നത് എപ്പോഴും വ്യത്യസ്തമായിരിക്കും. ഏറ്റവും വ്യത്യസ്തമായ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി മാറാൻ സാധിച്ചവരുള്ള സന്തോഷവും ലഭിച്ച ദൈവകൃപയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. എന്നെ ഏൽപ്പിച്ച കർത്തവ്യം കഥ പറയുക എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു വർത്തപറയ സമാജ സെക്രട്ടറിക്ക് അറിയാം, കുട്ടികളെ പിടിച്ചിരുത്താൻ ഏറ്റവും നല്ല മാർഗം കഥ പറയുക എന്നുള്ളതാണ്. അവനോടൊപ്പം തന്നെ അനുഭവങ്ങളും പറയാൻ പറഞ്ഞിരുന്നു. എന്റെ അനുഭവം എന്ന് പറയുമ്പോൾ ഞങ്ങൾ മക്കൾ 2 പേരാണ്. എന്റെ ബ്രദർ എന്നെക്കാൾ ഒരു 5 വയസ്സിന് ഇടയതായിരുന്നു. അവനുമൊത്ത് ജൂബി എന്നാണ് അവന്റെ പേര്. അവനെ പള്ളിയിൽ കൊണ്ടുപോവുക, വർത്തപറയ സമാജത്തിന് മുമ്പുള്ള സമയത്തുള്ള സൺഡേ സ്കൂളിന് ഒക്കെ അവനെ എത്തിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം പുള്ളിയെ എത്തിക്കാൻ വലിയ പാടാണ്. തിരിച്ചു പോകുമ്പോഴും കരച്ചില്ല. എനിക്ക് വിശക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേച്ചിയെ എന്നോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം അതായിരുന്നു. രാവിലെ ഇയാളെ കുളിപ്പിച്ച് കൂടെ സൺഡേ സ്കൂളിനും പള്ളിയിലെ കുർബാനയ്ക്ക് കൊണ്ടുപോകുക എന്നുള്ള, ചിലപ്പോൾ ഞാൻ കരഞ്ഞോണ്ടൊക്കെ പോകുന്ന സമയത്ത് എത്താത്തത്. കുറച്ച് ദൂരമുണ്ട്, ഇയാളുടെ കൂടെ അല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് നടന്നു പോകണം. അപ്പൊ കുർബാന ടൈമിലേക്ക് അമ്മയൊക്കെ ചിലപ്പോൾ നേരത്തെ പോകും. ഇത് കഴിഞ്ഞിട്ടുള്ള സൺഡേ സ്കൂളിന് ഓടിയെത്തുക, ഇതിനെല്ലാം ഓടിയെത്തുക, ഒരു ഞായറാഴ്ച ദിവസത്തെ ആ ഒരു വിരസതയൊക്കെ മാറ്റുകയും ഒപ്പം തന്നെ അധ്യാപകർക്കൊപ്പം ചേർന്നിരുന്ന് പഠിക്കാൻ. അന്നിങ്ങനെ ഒരു കയ്യിലെണ്ണാവുന്ന വിരലെണ്ണാവുന്ന കുട്ടികളൊന്നും അല്ല സൺഡേ സ്കൂൾ ക്ലാസ്സിന്, ധാരാളം കുട്ടികളുണ്ട്. ഒരു ക്ലാസ്സിൽ തന്നെ 10-20 കുട്ടികളുണ്ടായിരിക്കും. അതിൽ ടോപ്പ് ആവുക എന്നുള്ളതാണ്, പരീക്ഷയ്ക്ക് ടോപ്പ് ആവുക എന്നുള്ളത്. വലിയ പാട്ടും അങ്ങനെ ഞാൻ ഓർക്കുന്നില്ല, എനിക്ക് വലിയ പാടാനൊന്നും കാര്യമില്ലാത്തത് കൊണ്ടും കൂടെ ആയിരിക്കും. അങ്ങനെ പാട്ടൊന്നും പാടി മത്സരിച്ചതായിട്ടൊന്നും വലിയ ഓർമ്മ എനിക്കില്ലെങ്കിലും എഴുത്തു പരീക്ഷയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുള്ള അക്ഷീണ പരിശ്രമം ഒക്കെ അന്ന് സൺഡേ സ്കൂളിന് ഞാൻ മാത്രം പഠിച്ചാൽ പോരാ, ബ്രദറിനെയും കൂടെ പഠിപ്പിക്കണമായിരുന്നു. അങ്ങനെ ഒരു കാര്യം കൂടെ എന്നെ നിക്ഷിപ്തമായിരുന്നു. കാരണം അമ്മ അധ്യാപികയായിരുന്നു, അച്ഛനും അധ്യാപകനായിരുന്നു. അവർക്കൊന്നും നേരമില്ല, ജീവിത ഭാരങ്ങളാലൊക്കെ വലഞ്ഞിരുന്നു. അപ്പൊ അന്നത്തെ കാര്യങ്ങളല്ലേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അതിന്റെ പിന്നാലെ അവർ പരക്കം പായുമ്പോൾ ഒരുപക്ഷെ ഒരു കുടുംബനാഥയെ എന്റെ സെക്കൻഡ് റോൾ, അമ്മ കഴിഞ്ഞാൽ അടുത്ത റോൾ എനിക്കായിരുന്നു. അവനെ വളർത്തുക, അവന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറയുന്ന ഒരു വലിയ റോൾ എനിക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ അന്ന് കിട്ടിയ അനുഭവങ്ങളായിരിക്കാം ഒരു അധ്യാപക നിലയിലെ ഒരു കുറേയൊക്കെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നത്. വീടാണ് നമ്മുടെ ആദ്യത്തെ അനുഭവങ്ങളുടെ പാഠം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ആരംഭിക്കുന്ന പാഠങ്ങള് ഒരിക്കലും ജീവിതത്തിൽ മറന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമായിരിക്കും ഞാൻ കരുതുന്നു, പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും. തുടങ്ങാം, ശ്രദ്ധിച്ചിരിക്കുക, ചോദ്യം ചോദിക്കും, ഉത്തരം പറയണം കേട്ടോ. ഈ കഥയ്ക്ക് 3 പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ഈ കഥ എന്റെ അമ്മ പറഞ്ഞു തന്നതാണ്. അമ്മ കുറേ ദൂരെയുള്ള ഒരു സ്കൂളിലാണ് അധ്യാപികയായിരുന്നത്. ഗവൺമെന്റ് സ്കൂളാണ്, പലയിടത്തുമായിട്ട് യാത്ര ചെയ്തു പോകും. ഈ സ്കൂളിന്റെ പ്രത്യേകത, കുറച്ച് സ്ഥലത്തേക്കേ ഉള്ളൂ വാഹനം, പിന്നെ നടന്നു പോകണം. ഒരു കടത്ത് കടന്ന് ഒരു വള്ളത്തിൽ കയറി വേണം പോകാൻ. ചില ദിവസങ്ങളിലൊക്കെ ഞാനും അമ്മയോടൊപ്പം യാത്രയാകുമായിരുന്നു. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എടുക്കാൻ പറയും. അതുകൊണ്ട് ചെറിയ കുട്ടിയാണ്, എടുക്കാൻ പറയോ അല്ലെങ്കിൽ വടക്കുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് അമ്മ എനിക്ക് കഥ പറഞ്ഞു തന്നിരുന്നു. ആ കഥയുടെ കഥാതന്തുവിൽ നിന്ന് ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ വർത്തപറയ സമാജ സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം വികസിപ്പിച്ചെടുത്ത ഒരു കഥയാണിത്. ആ ഒരു പ്രത്യേകത ആദ്യത്തേത് എന്റെ അമ്മ പറഞ്ഞു തന്ന കഥയാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഈ കഥ അവസാനിക്കുമ്പോൾ നിങ്ങളാകും, നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ഓരോരുത്തരുമാകും അതിലെ കഥാപാത്രം. മൂന്നാമത്തെ പ്രത്യേകത ഇപ്പൊ പറയില്ല, നിങ്ങൾ ചോദിക്കണം. ചോദിക്കേണ്ടത് കഥ പറയുമ്പോൾ മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് നിങ്ങളോട് ചോദിക്കണം. മറന്നുപോലെ കഥ കഴിയുമ്പോൾ അപ്പോൾ ആ ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇട്ടുതരും. കഥ ആരംഭിക്കുകയാണ്. നമ്മുടെ കഥാപാത്രത്തിന്റെ പേര് ജൊഹാൻ എന്നാണ്. ജൊഹാൻ എന്ന് പറയുന്ന ഒരു കുട്ടി അവന്റെ അനുഭവത്തിലൂടെ പോകുന്ന കഥയാണ്. ഒരു ദിവസം, ഇവിടെയുണ്ടോ ജൊഹാൻ? വെരി ഗുഡ്, ജൊഹാൻ. ഒരു പക്ഷേ ഇന്ന് എല്ലാവരും ജൊഹാനായി മാറും കഥ കഴിയുമ്പോൾ. അപ്പൊ ഈ കുട്ടി അവന്റെ ചെറു പ്രായത്തിലെ പഠനമൊക്കെ കഴിയുമ്പോൾ അച്ഛനും അമ്മയും വാഗ്ദാനം ചെയ്തിരുന്നു, നമുക്കൊരു ട്രിപ്പ്, എന്നൊക്കെ പറയുമ്പോൾ ട്രിപ്പല്ല, ചെറിയൊരു യാത്ര പോകാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ മധ്യവേനൽ അവധിയാണ്, യാത്രയ്ക്കായിട്ട് അമ്മ വീട്ടിലേക്കോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ വീട്ടിലേക്കോ ഒക്കെ പോകാം. ഇപ്രാവശ്യം ജൊഹാന്റെ അച്ഛനും അമ്മയും തെരഞ്ഞെടുത്തത് ഒരു
ഒരു ചെറിയ ട്രിപ്പ്, ഒരു വനാന്തരങ്ങളിലൂടെയുള്ളൊരു യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. കാരണം പ്രകൃതിയൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ ഒരു യാത്ര ആ ദിവസം വരാൻ അവൻ അങ്ങനെ കാത്തിരുന്നു. രാവിലെ നേരം വെളുത്തു, ഒരുങ്ങി, പാക്ക് ചെയ്യാനുള്ള ഭക്ഷണമൊക്കെ അമ്മ അങ്ങനെ അവനായിട്ടും എല്ലാവർക്കും വേണ്ടി ഒരുക്കിയെടുത്തിരുന്നു. അച്ഛനും അമ്മയും ജൊഹാനും കൂടെ യാത്രയില് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പ്രകൃതിയൊക്കെ, വനങ്ങളൊക്കെ, അതിന്റെ ആ സൗന്ദര്യമൊക്കെ അങ്ങനെ ആസ്വദിച്ച് അവൻ കടന്നു പോകുമ്പോഴ് ഉച്ചയായി. ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഒരു കൊച്ചരുവിയുടെ അടുത്തായിട്ട് അങ്ങനെ അച്ഛനും അമ്മയും മകനും കൂടെ ഇരുന്നു. കൈയൊക്കെ കഴുകി, അന്നത്തെ പുഴകളുടെ പ്രത്യേകതയുണ്ട്, നല്ല ശുദ്ധജലമാണ് വരുന്നത്. ആ ശുദ്ധജലത്തിൽ കൈയൊക്കെ കഴുകി ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും കൈകൾ വൃത്തിയാക്കി വാഹനത്തിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ജൊഹാൻ ഒരു കാഴ്ച കണ്ടു. ജൊഹാന്റെ കണ്ണിലേക്ക് വന്ന കാഴ്ച എന്താണോ, ഒരു വെള്ളാരം കല്ല് ആ ജലാശയത്തിൽ കിടക്കുന്നു. അവൻ എന്ത് ചെയ്തു? ആ ജലാശയത്തിൽ നിന്ന് ആ വെള്ളാരം കല്ലിനെ ആ കുഞ്ഞു കൈകൾ അങ്ങനെ എടുത്തു. അങ്ങനെ എടുത്തിട്ട് നമ്മുടെ സ്വഭാവം എന്താ, അതെവിടെയാക്കും? ഈശയില് ഇട്ടു, അവരുടെ കൊച്ചു പോക്കറ്റിലേക്ക് ഇട്ടു. ജൊഹാൻ ആ വെള്ളാരം കല്ലുമായിട്ട് യാത്ര തുടർന്നു. വീട്ടിലേക്ക് ചെന്നു. സന്ധ്യയായി. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ യാത്രയുടെ ക്ഷീണം, എല്ലാവരും ഉറങ്ങാനായിട്ട് കിടക്കുന്ന സമയം. ജൊഹാന് ഗാഠനിദ്രയിലേക്ക് കടന്നു. കിടക്കെപ്പോഴോ ജൊഹാൻ ഒന്ന് ഉണർന്നപ്പോൾ എവിടെയോ ഒരു തേങ്ങല് കിട്ടു, ഒരു ചെറിയ തേങ്ങല്. അവൻ വിചാരിച്ചു, ഇന്ന് അമ്മ ഹാപ്പിയായിരുന്നു യാത്രയില്, അമ്മ കരയാൻ സാധ്യതയൊന്നുമില്ല, എന്നാലും ഒന്ന് അമ്മയുടെ റൂം വരെ പോയി നോക്കാം. അവൻ പെരിയ ലൈറ്റൊക്കെ ഇട്ട് അമ്മ കിടക്കുന്ന റൂമിലേക്ക് ചെന്നപ്പോൾ അമ്മ വളരെയധികം ഗാഠനിദ്രയിൽ തന്നെയാണ്. അമ്മ ആഴത്തിലുള്ള ഉറക്കത്തിലാണ്. അമ്മയല്ല കരഞ്ഞത്. പിന്നെ അവൻ തിരിച്ചു മുറിയിലേക്ക് വന്നു വീണ്ടും ലൈറ്റൊക്കെ അണച്ച് ജൊഹാൻ കിടന്നുറങ്ങി. വീണ്ടും ഒരു തേങ്ങല് കേട്ടപ്പോൾ അവൻ ഉണർന്നു തീരുമാനിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അവൻ അന്ന് യാത്രയിൽ അവൻ എടുത്ത വെള്ളാരം കല്ല് അവന്റെ പഠനമേശയുടെ മുകളിൽ അങ്ങനെ വെച്ചിരുന്നു. അവന് തോന്നി, ഈ വെള്ളാരം കല്ലാണോ കരയുന്നത്? അവൻ ആ വെള്ളാരം കല്ലിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, നീയാണോ തേങ്ങിയത് എന്ന് മനസ്സുകൊണ്ടൊന്ന് ചോദിച്ചപ്പോൾ വെള്ളാരം കല്ല് അതിന്റെ കഥ പറഞ്ഞു തുടങ്ങി. ഞാനൊരു വലിയ മലയുടെ മുകളില് വലിയൊരു പാറയിലെ ഭാഗമായിരുന്നു. ഞാൻ അങ്ങനെ വലിയ മഴയത്ത് അതിൽ നിന്നും ആ വലിയ പാറയിൽ നിന്ന്, എന്റെ അമ്മയാകുന്ന വലിയ പാറയിൽ നിന്ന് വേർപെട്ട് പല ജലാശയങ്ങളിലൂടെയും ഒഴുകി മറ്റു കല്ലുകളോടൊക്കെ കൂട്ടി ഒരുമി എന്റെ രൂപത്തിനും മാറ്റം വന്ന ചില മരങ്ങളൊക്കെ എന്നെ തെന്നി മാറ്റി അതിനൊപ്പം കുറേ ദൂരം ഞാൻ ജലാശയത്തിലൂടെ സഞ്ചരിച്ച് ഞാൻ ഇന്ന് ഈ രൂപത്തിലേക്ക്, നിനക്ക് ഏറ്റവും മനോഹരമായി എന്ന് തോന്നിയ ഈ രൂപത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നപ്പോഴല്ലേ നീ എന്നെ എടുത്തുകൊണ്ടുവന്നത്. അവിടെ എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, എന്നോടൊപ്പം ധാരാളം പെബിൾസ് ഉണ്ടായിരുന്നു, നല്ല ഷേപ്പിലുള്ള മറ്റു കല്ലുകളുണ്ടായിരുന്നു. അവരെല്ലാം പല പാറകളിൽ നിന്നും, പല അമ്മമാരുടെ അടുത്തു നിന്നും, വലിയ പാറകളാകുന്ന അമ്മമാരുടെ അടുത്ത് നിന്നും വേർപെട്ട് എന്നെ പോലെ യാത്ര ചെയ്ത് ആ അരുവിയുടെ അടിത്തട്ടിൽ താഴേക്ക് വന്നവരായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നു, ഞങ്ങൾ കഥകളൊക്കെ പറയുമായിരുന്നു. അവിടെ നിന്നല്ലേ നീ എന്നെ വേർപെടുത്തിയെടുത്തത്. അതാണ് എനിക്ക് സങ്കടം. ഞാൻ എന്നോട് ഒന്ന് ചോദിച്ചോട്ടെ, എന്നെ എന്റെ കൂട്ടുകാരെടുത്ത് കൊണ്ടുവിടാമോ? ജൊഹാൻ ആ രാത്രി ഉറക്കം വന്നില്ല. അവൻ ആലോചിച്ചു, ഞാൻ എങ്ങനെ അവിടം വരെ യാത്ര ചെയ്ത് ഈ കല്ലിനെ, അല്ലെ ഈ പെബിളിനെ, മനോഹരമായ കല്ലിനെ തിരിച്ചു കൊണ്ടുവിടും ആ അരുവിയിലേക്ക്? എനിക്കത് പ്രയാസമാണ്. എനിക്ക് തന്നെ യാത്ര ചെയ്യാൻ അറിയില്ല, സ്ഥലപ്പേര് മാത്രമേ അറിയൂ. അപ്പൊ ജൊഹാൻ നേരം എടുത്തപ്പോൾ തീരുമാനമെടുത്തു, ഈ വെള്ളാരം കല്ലിനെ അവന്റെ കൂട്ടുകാരുടെ അടുത്ത് എത്തിക്കുക. അതിനുവേണ്ടി അവൻ ചെയ്ത മാർഗം, ഒരു പോസ്റ്റ് കവറിനകത്ത്, കൊച്ചു കല്ലല്ലേ, കവറിനകത്താക്കി കല്ലിനെ അഡ്രസ് എഴുതി, സ്ഥലത്തിന്റെ പേര്, അതിനെ അഡ്രസ് ചെയ്തിരിക്കുന്ന പോസ്റ്റ്മാനാണ്. കുഞ്ഞു കൈയക്ഷരത്തിൽ ഒരു ലെറ്റർ എഴുതി. ഞാൻ ആ പ്രദേശത്ത് യാത്ര ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു അരുവിയിൽ നിന്നും ഒരു വെള്ളാരം കല്ലിനെ എടുത്തിരുന്നു. ഞാൻ അവനെ തിരികെ അവന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് അയക്കുകയാണ്. അങ്ങക്ക് സാധിക്കുമെങ്കിൽ അവനെ കൂട്ടുകാരുടെ അടുത്തേക്ക് കൊണ്ടെത്തിക്കണം. കുഞ്ഞു കൈയക്ഷരത്തില് അല്പാക്ഷരത്തെറ്റോടുകൂടി ഈ കത്ത് അവൻ അയച്ചു. പോസ്റ്റ്മാന്റെ കയ്യിൽ കെട്ടി
പോസ്റ്റ്മാന് അത്ഭുതകരമായി തോന്നി. ഇത് എനിക്ക് വന്ന കത്ത്, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മെസ്സേജ്. എന്തായാലും യാത്രയില് പോസ്റ്റ്മാൻ എന്തെടുത്തു, ബാഗിനകത്ത് അത് കത്തിനൊപ്പം തന്നെ കരുതി വെച്ചു. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ കുറേ തേങ്ങലുകള് യാത്ര ചെയ്യുമ്പോൾ പുള്ളിയുടെ അരികിലൂടെ പോകുമ്പോൾ പോസ്റ്റ്മാനെ കേൾക്കാൻ സാധിച്ചു. പ്രകൃതിയുടെ ഒരു കരച്ചിൽ പോലെ അവന് തോന്നി. അപ്പോഴാണ് ഈ കത്തിനെ കുറിച്ച് പോസ്റ്റ്മാൻ ഓർക്കുന്നത്. അദ്ദേഹം ആ വെള്ളാരം കല്ലിനെ അതുപോലെ സമാനമായ രൂപത്തിലുള്ള കല്ലുകൾക്കിടയിലേക്ക് ഇട്ടു. പോസ്റ്റ്മാൻ യാത്ര തുടരുമ്പോൾ ചില പൊട്ടിച്ചിരിക്കണം. ഹഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സ്നേഹപരമായ സംസാരം പോലെയൊക്കെ ആ പ്രകൃതിയുടെ ഒരു സന്തോഷം കേൾക്കാൻ തോന്നി. ഒരുപക്ഷെ വെള്ളാരക്കല്ല് തിരിച്ചു കൂട്ടുകാരുടെ അടുത്തെത്തിയപ്പോഴുണ്ടായ ഒരു സന്തോഷമായിരിക്കും. ഈ കഥയില് ജൊഹാൻ എന്ന കഥാപാത്രം നന്മയുള്ള ഒരു കുഞ്ഞിന്റെ പേരിലാണ് ഞാൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രധാന കഥാപാത്രമായി നമുക്ക് തോന്നിയത് ഈ വെള്ളാരം കല്ലായിരിക്കും. പ്രിയമുള്ള മക്കളെ, നിങ്ങളും വലിയ പാറയാകുന്ന അമ്മയുടെ ഉദരത്തിൽ നിന്നും വലിയ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന പ്രദേശത്തു നിന്നും നിങ്ങൾ പല ഭാഗത്തേക്ക് ജീവിതത്തില് നിങ്ങൾ ചേക്കേറുകയാണ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട്, ജോലിയുടെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ ജീവിതത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും തേയ്മാനങ്ങൾ സംഭവിച്ചതിരിക്കും. അധ്യാപകർ വഴക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയതിരിക്കും. അതൊരു തേയ്മാനമായിട്ടോ ക്ഷീണമായിട്ടോ തോന്നിയതിരിക്കും. പക്ഷെ അവിടെ രൂപപ്പെടുന്നത് നിങ്ങളുടെ നല്ല സ്വഭാവമായിരിക്കും. മറ്റ് കൂട്ടുകാരുമായിട്ട് നമ്മൾ സംവേദിക്കുക, കൂട്ടുകാരുമായിട്ട് മത്സരിക്കുക, അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴൊക്കെ നിങ്ങളുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരും. അവിടെയൊക്കെ നിങ്ങളുടെ മാറ്റങ്ങൾ എന്ന് പറയുന്ന വെള്ളാരക്കല്ലിനെ പോലുള്ള ഏറ്റവും നല്ല പ്രഷ്യസ് ആയിട്ടുള്ള സ്വഭാവത്തിന് ഉടമകളായി നിങ്ങളെ മാറ്റാൻ പോകുന്ന പ്രക്രിയയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും മക്കളും ആ ഒരു പ്രക്രിയയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആത്യന്തികമായി നിങ്ങൾ എത്തിച്ചേരുന്നത് സമൂഹത്തിന് അക്സെപ്റ്റ് ആവുന്ന, ഏറ്റവും സ്വീകാര്യരാകുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് നിങ്ങൾ. അത്തരമൊരു വ്യക്തിത്വത്തിന് ഉടമയായി മാറാൻ ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കുന്നത് അധ്യാപകരായിരിക്കാം, സ്കൂൾ അന്തരീക്ഷമായിരിക്കാം, സൺഡേ സ്കൂൾ പോലുള്ള പ്രസ്ഥാനങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ ആത്മീയ പ്രസ്ഥാനങ്ങള്, ഒപ്പം തന്നെ നമ്മുടെ ദേവാലയങ്ങളുമായിരിക്കാം. നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങളുടെ കൂട്ടുകാരാണ്. ഒപ്പം തന്നെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മീഡിയാസ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും അതിന്റെ ബാക്കി കഥാപാത്രങ്ങൾ അതിനൊപ്പം വരുന്നു. പക്ഷേ ഞാൻ എന്ന് പറയുന്ന ആരായി തീരണമെന്ന് തീരുമാനിക്കാനുള്ള ഉറച്ച ഉത്തരവാദിത്വം നിങ്ങളുണ്ട്. ഒരു മീഡിയയും നിങ്ങളെ സ്വാധീനിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ അതിനായിട്ട് മാറ്റിവെക്കുന്ന സമയം ഇത്രമാത്രം അത് തീരുമാനിക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകണം. വയനാട്ടില് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ടോപ്പ് റാങ്കിലേക്ക് വന്ന ഒരു പെൺകുട്ടിയുടെ ഇന്റർവ്യൂവിൽ ഞാൻ കേൾക്കുകയുണ്ടായി. ഒരു കാലഘട്ടത്തില് എല്ലാവരും മീഡിയാസിന്റെ പിന്നാലെ പാഞ്ഞപ്പോൾ ഞാൻ ഒരു വർഷം മീഡിയാസിന് അവധി കൊടുത്തു. ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഞാൻ എന്റെ പഠനത്തിൽ കേന്ദ്രീകരിച്ചപ്പോൾ ഇന്ന് എല്ലാ മീഡിയാസും എന്നെ കാണാൻ എത്തിച്ചേരുകയാണ്, പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ. അപ്പൊ അങ്ങനെ നമുക്ക് ജീവിതത്തിലേക്ക് ഉന്നതിയിലേക്ക് വരണമെങ്കിൽ ആരാണ് നമ്മൾ സ്വാധീനം ചെലുത്തേണ്ടത്? ഒരു ചെറിയ റോൾ മാത്രമേ ഉള്ളൂ അധ്യാപകരായ ഞങ്ങൾക്ക്. നിങ്ങളെ പൂർണ്ണമായി ഇൻഫ്ലുവൻസ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് സാധിക്കത്തില്ല. വഴികാട്ടുകളായി മാറാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പേരൻസിനെയാണ്. പേരൻസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഇന്നീ കഥ പറയുന്ന പോലെ തന്നെ ഞാൻ എന്റെ 25 വയസ്സായ മകനോടും 21 വയസ്സായ മകനും വ്യത്യാസമൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് ഇന്നും കഥ പറയാറുണ്ട്. കാരണം ഒരുപക്ഷെ എന്റെ അമ്മ എനിക്ക് തന്ന അനുഭവമായിരിക്കും. അമ്മയെന്ന് കഥ പറഞ്ഞത് കൊണ്ടായിരിക്കും ഞാൻ പിന്നീട് വായനയുടെ വലിയ ലോകത്തേക്ക്, ഒരുപക്ഷെ ഞാൻ പഠിച്ച കോളേജിലെ ഒരുമാതിരി എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്, ഭാഷാ വ്യത്യാസമില്ലാതെ. ആ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ തോന്നിയത് എന്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് ലഭിച്ചൊരു അനുഭവമായിരിക്കും. നല്ല അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ മക്കൾക്കാകണം. അത്തരം അനുഭവങ്ങൾ നൽകാൻ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സാധിക്കട്ടെ. മാതൃകയുള്ള രക്ഷകർത്താക്കളാകുക എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട്. നമുക്കറിയാം ഇന്നത്തെ കുട്ടികൾ ഞങ്ങളെക്കാളും മാതാപിതാക്കളെക്കാളും പല കാര്യങ്ങളിലും മുന്നിലാണ്. അവർക്കൊപ്പം സഞ്ചരിച്ചെത്തുക എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് പ്രയാസമാണ്. അധ്യാപിക നിലയിൽ ഞാനും പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് പഠിക്കുന്നവരാണ് അധ്യാപകര്. അപ്പോൾ അവരെ എപ്പോഴും സ്നേഹത്തോടെ കരുതലോടെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്കാകണം.
ഇങ്ങനെയല്ല അമ്മേ, ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഭയങ്കരമായി സന്തോഷം തോന്നും. കാരണം അവന്റെ ഒരു കരുതൽ അത് ലഭിക്കുക ഈ മോഡേൺ ഒരു കാലഘട്ടത്തില് അത് ലഭിക്കാൻ ഒരു ഭാഗ്യമാണ്. അത്തരം കരുതലുള്ള മക്കളായിട്ട് നിങ്ങൾക്ക് വളർന്നു വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാനൊരു മിനിറ്റ് തരുന്നു. ഇതവനെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പേരനവന് ആരോൺ. വെരി ഗുഡ്. ആരോൺ ഓർത്തു. എല്ലാവരും ഓർത്തോ? എല്ലാവരും ഒന്ന് ചോദിച്ചേ. മൂന്നാമത്തെ ചോദ്യം എല്ലാവരും ഒന്നിച്ച്. റെഡി? 1 2 3. മൂന്നാമത്തെ ചോദ്യം. ഞാൻ ഈ കഥയ്ക്ക് പേരിട്ടോ? പേര് പറഞ്ഞോ? ഇല്ല, കഥാപാത്രങ്ങളുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. മൂന്നാമത്തെ ചോദ്യം സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർക്കുള്ള ദൗത്യം കൂടെയാണ്. അടുത്ത ആഴ്ച വരുമ്പോൾ എന്റെ ഈ കുഞ്ഞു കഥയ്ക്ക് ഒരു പേരെഴുതി സാറിനെ കൊടുക്കോ? അനീഷ് സാറിനെ കൊടുക്കോ? പേരിടാനുള്ള ദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് സംഹരിക്കുന്നു. ഇത്തരം ഒരു വേദിയിൽ കഥ പറയാനും അനുഭവങ്ങൾ പറയാനും ഒക്കെ എനിക്ക് തന്ന അവസരം പ്രിയപ്പെട്ട റൂബി വർഗീസിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് സംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഈ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞ് അലോണയും കുഞ്ഞ് ഏഞ്ചലിനെയും ഉൾപ്പെടെ ഇവിടെ അടക്കിയിരുത്താനായിട്ട് ടീച്ചറിന് സാധിച്ചെങ്കിൽ അതൊരു മികച്ച അധ്യാപികയ്ക്ക് മാത്രം സാധിക്കുന്നതാണെന്ന് അഭിമാനത്തോടുകൂടി പറയാണ്ട് ടീച്ചറുടെ വാക്കുകൾക്ക്, ടീച്ചർ ഷെയർ ചെയ്ത കാര്യങ്ങൾക്ക് അങ്ങേയറ്റം നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമുക്കൊരു ഗാനമാണ് വരുന്നത്. ആ ഗാനത്തിന് ശേഷം പിന്നീട് നമുക്ക് ഒരു ചെറിയ ഗെയിമാണ് ഡംഷറാസ്. അത് പേരൻസിന്റെ അടുക്കൽ നിന്ന് 5 പേര് മുന്നോട്ട് വരിക. അവരുടെ കയ്യിൽ ഒരു ലോട്ടിനകത്തു നിന്ന് നിങ്ങൾക്കൊരു പേരോ ഒരു ഇൻസിഡന്റോ എന്തെങ്കിലും കിട്ടും. അത് നിങ്ങൾ കുട്ടികളുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുക. കുട്ടികൾ പറയണം എന്താണ് നിങ്ങൾ അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് പാട്ടാണ്. പാട്ടിന് ശേഷം ഡംഷറാസ്. പേരൻസിന്റെ അടുക്കൽ നിന്ന് 5 പേര് റെഡി ആയിക്കോണം. ഓക്കെ. അടുത്തതായി ഗാനത്തിനായിട്ട് ക്ഷണിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മോളി ആന്റി. ഞാൻ സൺഡേ പഠിച്ചൊരു പാട്ടാണ്. ആദ്യമായിട്ട് വായിച്ചിട്ട് മാത്രം എത്രയും പേരുണ്ടായിരുന്നു വായിച്ചില്ല. എന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച എല്ലാം പഠിപ്പിച്ച ഒരിന്റെ ലേഖനം 13-ാം അധ്യായം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചിലമ്പുന്ന കൈത്താളം മാത്രമേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ലഭിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏൽക്കില്ല. എനിക്കുള്ളതല്ല അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം വർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കടപ്പെടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഒന്നു പോകയില്ല. പ്രവചന വരുമ്പോൾ നീങ്ങിപ്പോകും, ഭാഷാ വരുമ്പോൾ നിന്നുപോകും, ജ്ഞാനം അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവർത്തിക്കുന്നു. പൂർണ്ണമായി വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനോട് ജനിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയെ കടമൊഴിയായി കാണുന്നു, അപ്പോൾ നാം മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. വലിയതോ സ്നേഹം തന്നെ. നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വീട്ടിൽ തന്നെ വായിക്കണം. ഒരിയന്റെ 13-ാം അധ്യായം കാണാതെ പഠിച്ചു. ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച കാലത്ത് ഞാൻ കാണാതെ പഠിച്ചു. ആ ക്ലാസ്സിലുള്ളവരെ എല്ലാവരെ കൊണ്ട് കാണാതെ പഠിപ്പിച്ചു കൊണ്ടുവരുന്ന ഞാനും മാത്രമേയായിരുന്നു. ഞങ്ങൾക്ക് നമ്മളെ പോലെയല്ല ബാലവർഷന്മാർ, ശിക്ഷകന്മാർ, കുമാരോന്മാർ, ജ്യേഷ്ഠോപ്പ് അങ്ങനെയുള്ള ക്ലാസ്സുകളായിരുന്നു. അപ്പൊ അവിടെ ഒരു പാട്ട് പഠിച്ചു. ആ പാട്ട് ഞാൻ ഇപ്പോൾ പഠിപ്പാടാണ്. ഞാൻ ഒത്തിരി പിള്ളേർക്ക് ആ പാട്ട്
പഠിച്ചോണം. കേട്ട് പഠിച്ചോണേ. കൊച്ചു ദീപവണ്ടി, ചെറിയ ചെറിയ ദീപവണ്ടി, ഈ ചെറിയ ദീപവണ്ടി വളരെ ദൂരമോടുന്നു. കൊച്ചു ദീപവണ്ടി, ചെറിയ ചെറിയ ദീപവണ്ടി, ഈ ചെറിയ ദീപവണ്ടി വളരെ ദൂരമോടുന്നു. യേശു ഡ്രൈവറില്ലെങ്കിൽ വണ്ടിയോടുകില്ലല്ലോ, യേശു ഡ്രൈവറില്ലെങ്കിൽ വണ്ടിയോടുകില്ലല്ലോ. Thank you, Andy. നമുക്ക് പ്രതീക്ഷിക്കാതെ വലിയ ഒരു അതിഥിയാണ് നമുക്ക് എന്തെങ്കിലും ലഭിച്ചിരിക്കുന്നത്. ഒരു വിശ്വമാനവികനാണ് ബഹുമാനപ്പെട്ട കെ ജോർജ് അച്ഛൻ. ഞങ്ങളെല്ലാം ഗുരുഭൂതനാണ്. വൈദിക സെമിനാരി പ്രിൻസിപ്പളാണ്. അതുപോലെ WCC വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ സെക്രട്ടറി. അതുപോലെ ഇപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ചേർന്ന് അതിന്റെ പ്രസിഡന്റാണ്. വിവിധ രീതിയിൽ വലിയ നമ്മുടെ സഭയെ ലോകം മുഴുവൻ അറിയിക്കുന്ന വലിയ ഒരു പ്രതിഭ ആണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛനെ നമുക്കൊക്കെ ലഭിക്കാന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വരുന്നത് തന്നെ നമുക്ക് വലിയ ഒരു സന്തോഷമാണ്. വളരെ അസുലഭമായി അച്ഛനെ നമുക്ക് ഈ സൺഡേ സ്കൂളിലും സമാജത്തിൻ്റെതായ ഈ കൂട്ടായ്മ നമ്മുടെ ചെറിയ ഇടവകയാണ്. കുറച്ച് ഇത്രയും കുട്ടികൾ അവരുടെ ഇടയിൽ അച്ഛന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന 2 വാക്കുകൾ കിട്ടിയാൽ അത് വലിയ ഒരു അനുഭവമാണ്. അച്ഛനെ ഞങ്ങൾ എല്ലാവരുടെയും നാമത്തിൽ വളരെ സന്തോഷത്തോടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്പം സമയം അച്ഛൻ നമ്മോട് സംസാരിക്കുന്നു. പേടിക്കും അല്ലേ? മഴ മാറ്റുന്നതൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴേ ഇതിനൊന്ന് നോക്കണം. ഉച്ച നല്ല സന്തോഷമായിട്ട് ഇനിയൊന്ന് മറന്നു ഇതിലേക്ക് ഇനി പേടിക്കും അല്ലേ? അഞ്ചു കഴിഞ്ഞ ഉടനെ കിട്ടാതെ ചിരിക്കും അല്ലേ? എനിക്കൊക്കെ അറിയാം, മറക്കും ഒക്കെ നല്ലവണ്ണം അറിയാം. അപ്പൊ എന്താണ് മുഖം മറയ്ക്കരുതെന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത് അല്ലേ? സങ്കീർത്തനത്തിൽ ദൈവമേ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുത് എന്നാണ് പറയുന്നത് അല്ലേ? മുഖം കാണുന്നത് ആണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങളവിടുത്തെ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി, ആരും ചുറ്റുപാടൊന്നുമില്ല, പെട്ടെന്ന് നിങ്ങൾ നോക്കുന്നു, ആരെയും കാണുന്നില്ല. അങ്ങനെ നിൽക്കുകയാണ് ഒരാളിന്റെ ചിരിക്കുന്ന മുഖം നിങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് സമാധാനമാവും. നമുക്ക് ഇന്നെല്ലാവർക്കും നമ്മുടെ ഭയങ്കര സഭയ്ക്കും കേരളത്തിലെ ആളുകൾക്കെല്ലാം തന്നെ ദുഃഖമുള്ള ഒരു ദിവസമാണ് നിങ്ങൾക്ക് അറിയാതിന്റെ കാരണം അല്ലേ? നമ്മുടെ ഏറ്റവും ബഹുമാനായ ആചാര്യശ്രേഷ്ഠനായ ഞങ്ങളുടെയൊക്കെ ഗുരുവായ ജോഷുവാച്ചൻ കടന്നുപോയി എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് 6 മണിയായപ്പോഴാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ദേവലോകത്തിൽ നിന്ന് അവിടുത്തെ അമ്പാച്ചൻ വിളിച്ച് പറഞ്ഞു. ഞങ്ങൾ ഉടനെ അവിടെ ചെന്നു. 1 മണിക്കൂറേ ഉള്ളൂ അച്ഛൻ മരിച്ചിട്ട്. ആ സമയത്ത് അച്ഛൻ്റെ മുഖം വളരെ വളരെ പ്രസന്നമായിട്ട് ശാന്തമായിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ആശ്വാസമായി. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അച്ഛനെ കണ്ടിട്ടുണ്ട്, ഇവരെല്ലാവരും കണ്ടിട്ടുണ്ട്, ഇവർക്കെല്ലാവർക്കും അറിയാം ജോഷുവ അച്ഛനെ കേട്ടോ. അച്ഛൻ്റെ മുഖം വളരെ പ്രസന്നമായ മുഖമാണ്, എപ്പോഴും നല്ല ചിരിയുള്ള മുഖമാണ്. മനസ്സിനും മുഖത്തിനും നല്ല പ്രസാദമായിരുന്നു ജോഷുവ അച്ഛന്. അപ്പൊ ഞാനൊക്കെ അച്ഛനെ എത്രയോ വർഷങ്ങൾ സെമിനാരി പഠിക്കുന്നതിന് മുമ്പ് തന്നെ 5 വയസ്സുള്ള നമ്മൾ
കൺവെൻഷൻ കേൾക്കാനൊക്കെ പോകുമായിരുന്നു. ഇവിടെ എൻ്റെ കൂടെ എൻ്റെ പ്രായമുള്ളവരെ അറിയാം. ഇവിടെ കൺവെൻഷൻ കേൾക്കാൻ അവിടെ ന്യൂസ്വാജിന്റെ പുസ്തകം കേൾക്കാനായിട്ട് പോയ ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ചങ്ങനാശ്ശേരി SP കോളേജിൽ പഠിക്കുമ്പോഴേ അച്ഛനായിരുന്നു അവിടെ. ചങ്ങനാശ്ശേരിയിൽ അതൊരു നമുക്ക് പള്ളിയില്ലായിരുന്നു. സേസായി സഭയുടെ പള്ളിയിലാണ് നമ്മൾ കുർബാന നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ആ പള്ളിയിലാണ് പോകുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ജോഷുവാച്ചനും പിന്നെ MB ജോബച്ചനാണ്, പിന്നീട് അദ്ദേഹം ഒസ്താദ്യം സിനിമേനിയായി. അവർ രണ്ടുപേരുമാണ് അന്നോട്ട് കുർബാന നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അന്നത്തെ ഓർമ്മയുണ്ട്, ചെറുപ്പം മുതലുള്ള ഓർമ്മയുണ്ട്. പിന്നെ സെമിനാരി ചേർത്ത് കഴിഞ്ഞ് അച്ഛൻ്റെ കീഴിൽ പഠിച്ച ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിയിൽ പ്രവർത്തിച്ചു. എന്തെല്ലാം കാര്യങ്ങളിൽ അച്ഛൻ ഞങ്ങൾക്ക് നേതൃത്വം നൽകി എന്നുള്ളത് ഓർക്കുമ്പോൾ വലിയ സങ്കടമുള്ളിലുണ്ട്. എന്ന സമയം തന്നെ വലിയ ഒരു സന്തോഷവുമുണ്ട്. കാരണം അച്ഛനെ പോലെ ഒരു വലിയ ആളിനെ നമ്മുടെ സഭയ്ക്ക് ദൈവം തന്നു എന്നുള്ളത്. നമുക്ക് മാത്രമല്ല, ലോകത്തെ ഈ മലയാളം പത്രം വായിക്കുന്ന മനോരമ പത്രം ഞായറാഴ്ച വായിക്കുന്ന ആളുകൾ എത്രയോ ലക്ഷം ആളുകൾക്കാണ് അച്ഛൻ ആശ്വാസം ചിന്താവിഷയത്തിലൂടെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാനത് പറഞ്ഞപ്പോഴാണ് ഇവിടെ ഈ മുഖത്തെ കുറിച്ച് ഓർത്തു. നമ്മുടെ ഇംഗ്ലീഷിൽ ഇതിലുണ്ട്, ഫേസ് ഈസ് ദി മിറർ ഓഫ് ദ ഹാർട്ട്. മനസ്സിലാകും നിങ്ങൾക്കല്ലേ? അവർ ഫേസ് ഈസ് ദി മിറർ ഓഫ് ദി ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണാടിയാണ് മുഖം എല്ലാം, അല്ലേ? വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരാള്, ഹൃദയത്തിൽ ഒത്തിരി പ്രയാസമുള്ള ഒരാളിന്റെ മുഖത്തിൽ ഒരിക്കലും വലിയ പ്രകാശം കാണില്ല, അല്ലേ? അതേസമയം നല്ല ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ മുഖത്ത് ആ സന്തോഷം വരും, അല്ലേ? നിങ്ങൾ ഇങ്ങനെ മുഖമായിട്ട് പോയി കണ്ണാടി നോക്കിയാല് നല്ല പടം കിട്ടുമോ, നല്ല ഇമേജ് കിട്ടുമോ? ഇല്ല, ഇല്ലേ? നിങ്ങൾ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാവരും ചിരിക്കും, അല്ലേ? സെൽഫി എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴും ഒക്കെ ചിരി വന്നില്ലെങ്കിലും നമ്മൾ ചിരിക്കും, അല്ലേ? ഇംഗ്ലീഷുകാർ പറയും ചീസ് എന്ന് പറയാൻ പറയും. ചീസ് എന്ന് പറഞ്ഞാൽ ഉടനെ ചീസ് എന്ന് പറഞ്ഞ ചീസ് എന്ന് പറഞ്ഞു, അല്ലേ? ചീസ് എന്ന് പറയും. ഞാൻ കൊറിയയിൽ ചെന്നപ്പോഴേ കൊറിയക്കാർ ചീസ് എന്നല്ല പറയുന്നത്. കൊറിയക്കാർ പറയുന്ന അവർക്കൊരു അച്ചാറുണ്ട്, എല്ലാ വർഷത്തിലും ഉപയോഗിക്കുന്ന ഒരു അച്ചാറുണ്ട്. അതിന്റെ പേര് കൊറിയൻ ഭാഷയിൽ കിംചി എന്നാണ് പറയുന്നത്. അപ്പൊ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് അവർ പിള്ളേരോടെല്ലാം പറയും എല്ലാവരും കിംചി എന്ന് പറയണം. കിംചി എന്ന് പറയണം, ഇങ്ങനെ പറയണത്. കിംചി എന്ന് പറയുന്ന സാധനം വലിയ എരിവുള്ള സാധനം. അതിങ്ങനെ ഇഞ്ചിയും ക്യാബേജും ഒക്കെ ചേർത്ത് ഭൂമിക്കടിയിൽ കുറച്ചാൾ കുഴിച്ചിട്ടിട്ട് അതിന്റെ പൊക്കി എടുക്കുന്ന ഒരു സാധനം. അതിന്റെ രുചി അത്ര നല്ലതല്ല. പക്ഷെ പറയുന്ന കിംചി എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്ത് ചിരി വരുന്ന പോലെ. അപ്പൊ ചീസ് ആണെങ്കിലും ഇഞ്ചിയാണ് മലയാളത്തിലോട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ പറയാനായിട്ട് കാരണം നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ ഈ മസിൽസ് പ്രത്യേക രീതിയിലാണ് വരുന്നത്. നിങ്ങൾ പടം വരയ്ക്കുന്ന ഒരാളാണ്. പടം വരയ്ക്കുന്നത് ഉദാഹരണം വരയ്ക്കുമ്പോൾ എത്രയോ പെട്ടെന്ന് ഒരാളിനെ ചിരിക്കുന്ന മുഖവും കരയുന്ന മുഖവും ഇവിടെ രണ്ട് വര മതി. ഒന്നോ രണ്ടോ വര കൊണ്ട് ചിരിക്കുന്നയാളിനെ വരയ്ക്കാം, കരയുന്നയാളിനെ കോപിക്കുന്നയാളിനെ വരയ്ക്കാം. ഇതൊക്കെ വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ചിരി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണാടിയായിട്ട് തന്നിരിക്കുന്നതാണ് നമ്മുടെ മുഖം. ആ മുഖം നല്ല പ്രസന്നമായിരിക്കണം. അതുകൊണ്ടാണ് ഈ ഇംഗ്ലീഷില് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്കറിയാം. സാധാരണ നമ്മുടെ സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴേ ഒരു കമ്പനിയിൽ ചെല്ലുമ്പോൾ അതിന്റെ കയറി ചെല്ലുമ്പോൾ ഒരു ഓഫീസ് കാണും. അതിന്റെ ഫ്രണ്ട് ഓഫീസ് എന്ന് വേണേൽ പറയാറുണ്ട്. ആ ഡെസ്കിനെ അവിടെ ഇരിക്കുന്ന ആളാണ് വരുന്ന ആളുകളോടൊക്കെ സംസാരിക്കുന്നത്. പലതരത്തിലുള്ള ആളുകൾ വരും, പല കാര്യങ്ങൾ അറിയാൻ വരും, ആവശ്യമില്ലാതെ ന്യൂസൻസ് ആയിട്ട് വരുന്നവരുണ്ട്. പക്ഷെ അവരോടെല്ലാം അതാത് സന്ദർഭാനുസരിച്ച് നന്നായിട്ട് പെരുമാറുന്ന ആളിനെയാണ് അവിടെ കഴിവുള്ള ആള്, പബ്ലിക് റിലേഷൻസ് കഴിവുള്ള ആളിനെയാണ് അവിടെ ഇരുന്നത്. അല്ല വരുന്നവരോടെല്ലാം ദേഷ്യപ്പെടുകയും മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളിനോട് അത് സാധിക്കില്ല. ഞാനൊരിക്കൽ പിള്ളേർക്ക് ഇഷ്ടമുള്ളവർ പറയാം, ഞാനൊരിക്കൽ ഇറ്റലി റോമിൽ ചെന്നപ്പോഴേ എനിക്ക് അവിടുന്ന് റോമ നഗരത്തിലേക്ക് പോകണം, സിറ്റിയിലേക്ക് പോകണം. സിറ്റിയിലേക്ക് പോകാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം ട്രെയിനുണ്ട്, അണ്ടർഗ്രൗണ്ട് ട്രെയിൻ, മെട്രോ ഉണ്ട്.
മെട്രോയിൽ കയറിയാൽ മതി. മെട്രോ നേരെയുള്ള മെട്രോ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ടുമൊക്കെ വഴി മാറിപ്പോണം. അപ്പൊ ആദ്യം ചെയ്യുന്ന ഒരാളിനെ ആരുടെയെങ്കിലും ഒരു അപ്പൊ ഗവൺമെന്റ് എയർപോർട്ടിൽ ഒരാളെ ഇരുത്തിയിട്ടുണ്ട് PR ആയിട്ട് ഇങ്ങനെയുള്ള യാത്രക്കാർക്ക് വേണ്ടി സഹായിക്കാനായിട്ട്. അപ്പൊ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന്, പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ളയാളാണ്, ഈ കൈ പോളിഷ് ചെയ്തോണ്ടിരിക്കുക, നഖം പോളിഷ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇത് കണ്ടില്ല. അപ്പൊ ഞാൻ ശബ്ദമൊക്കെ ഉണ്ടാക്കി എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറഞ്ഞ് എന്നെ നോക്കിയപ്പോ തന്നെ എന്റെ പകുതി ജീവനം പോയി. കാരണം ആരാട്ടവരെ ശല്യപ്പെടുത്താൻ ചെന്നവരെയാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ ഇരിക്കുന്ന ആൾ PR ആണ്, പബ്ലിക് റിലേഷൻസിന് വേണ്ടി ഇരിക്കുന്ന ആളാണ്. ഏറ്റവും നന്നായിട്ട് ഒരു അപരിചിതനായ വിദേശിയായ ആരോട് പെരുമാറുന്നത് അതിന് വളരെ വളരെ രൂക്ഷമായിട്ട് തന്നെ നോക്കി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ വഴി വെച്ചുകൊണ്ട് പെട്ടെന്ന് ഏതാണ്ട് പറഞ്ഞിട്ട് പിന്നെ അവരിങ്ങനെ നഖപ്രൊഡ്യൂഷനിരിക്കുകയാണ്. എനിക്കത് വലിയ സങ്കടം. ഇത് ഗവൺമെന്റ് ശമ്പളം കൊടുത്തിരിക്കുന്ന ഒരാളാണ്. ഇറ്റാലിയൻ ഭാഷ എന്ന് പറയുന്നത് നല്ല മ്യൂസിക്കലായിട്ടുള്ള ഭാഷയാണ്. അത് നന്നായിട്ട് പറഞ്ഞാൽ അത് നമുക്ക് കേൾക്കാൻ തന്നെ ഒരു സുഖമുണ്ട്, വളരെ മ്യൂസിക്കലാണ്. അതിന് പകരം ഇതിങ്ങനെ ചെയ്യുക. ഞാനത് പിന്നെ അവിടെ വേറൊരാളോട് ചോദിച്ചാൽ വാസ്തവത്തിൽ ഞാൻ പോയത്. അപ്പം ദൈവം നമുക്ക് നൽകിയ ഒരു കഴിവ്, ആ കഴിവിനെ നമ്മൾ ശരിയായിട്ട് ഉപയോഗിക്കുക. പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ മുഖം. സ്നേഹം കാണിക്കാൻ അല്ലേ, സഹതാപം കാണിക്കാൻ അല്ലേ, അനുഭാവം കാണിക്കാൻ ഒക്കെ ഇത് നമുക്ക് നൽകിയിരിക്കുന്നുണ്ട്. നമുക്ക് ചിരിയുടെ കാര്യം ആരും വിട്ടുപോകരുത് കേട്ടോ. ഞാനിതെല്ലാം പറഞ്ഞ് ജൂർഫാജിന്റെ കാര്യം ഓർക്കുന്നു. ജൂർഫാജ് എപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്പം കണ്ടാലും ആരും എന്നാലും ജൂർഫാജിന്റെ മുഖത്ത് ഒരു ചിരിയുണ്ട്. ഞാൻ 10 ദിവസം മുമ്പ് അച്ഛനെ കാണാൻ പോയി. പിന്നെ ഒരു കൂട്ടുകാരൻ മർത്തോമാസിന്റെ ജോസഫ് മർത്തോമാസിന്റെ പ്രിൻസിപ്പാളൊക്കെ അത് വലിയ കൂട്ടുകാരൻ. അപ്പം ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. 96 വയസ്സായ ആളാണ്. അച്ഛൻ വളരെ എഴുന്നേറ്റ് തോന്നുന്ന അച്ഛൻ കഥ കൊടുക്കും. അച്ഛന് യാതൊരു ശരീരത്തിന് വളവോ ഒന്നുമില്ല, നന്നായിട്ട് അച്ഛൻ നടക്കും. ദേവസ്വത്തിനെ കണ്ട ഉടനെ കെട്ടിപ്പിടിച്ചു. അത് പഴയ കൂട്ടുകാരാണ്, ഒരു ഓർമ്മ കുറവില്ല. അത് കെട്ടിപ്പിടിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അച്ഛൻ പറഞ്ഞു ഞാൻ 100 വയസ്സ് ജീവിച്ചിരിക്കും എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. കാരണം ശരിയാ, ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ്റെ ഒരു കണ്ണിന് ചെറിയ പ്രശ്നമുണ്ടെന്നല്ലാതെ 96 വയസ്സായ ഒരാളുടെ ശബ്ദത്തിന്റെ ആ പ്രശ്നമോ ശരീരത്തിന്റെ വളവോ അച്ഛനൊരു കസേരയുടെ പെട്ടെന്നാണ് എഴുന്നേക്കുന്നത്. അത്രയും പെട്ടെന്ന് എഴുന്നേക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അപ്പോ പക്ഷെ ദൈവം നല്ലൊരു ആയുസത്തിന് കൊടുത്തു. നമ്മുടെ ശ്രേഷ്ഠ പുരോഹിതനായിട്ട് വലിയ ശ്രേഷ്ഠ ഗുരുവായിട്ട് അച്ഛൻ നമ്മുടെ നയിച്ചു. അച്ഛൻ്റെ മുഖത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ മുഖത്തെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് മുഖം നിങ്ങളെ മറയ്ക്കരുത്, ദൈവമേ എന്റെ മുഖം ഞങ്ങൾക്ക് മറയ്ക്കരുത് എന്നാണ് സങ്കീർത്തനത്തിലെ പ്രാർത്ഥന. ഇത് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇവിടെ ഇരിക്കുന്ന 3-4 മുഖങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. നല്ല മുഖങ്ങളാണ് അല്ലേ, നല്ല സുന്ദരമായ 3-4 മുഖങ്ങൾ കൂടി ഉണ്ട് അല്ലേ, നല്ല ചിരിയുണ്ട് കേട്ടോ. അത് ഇരിക്കുന്നുണ്ടോ, അവർ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. പല്ലൊക്കെ എല്ലാം മുന്നേ മരുന്നുണ്ട്, ഇപ്പോഴായിട്ടില്ല. ഞങ്ങൾ മുമ്പോട്ട് നല്ല ചിരി, നല്ല ചിരിയാണ് കേട്ടോ. അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മനസ്സിലാക്കുന്നത് നമ്മുടെ സമാജവും അതുപോലെ എന്റെ സ്കൂളും കൂടെ യോജിച്ചുള്ളത് നല്ലൊരു ഐഡിയ കേട്ടോ. അത് നല്ല ഒന്നാമതൊരു ഐഡിയ. കാരണം ഇത് രണ്ടായിട്ട് പലപ്പോഴും പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കൂടണം. ഒരു കുടുംബമായിട്ട് യുവത്തിനെ കൂടെ വിളിക്കണം എന്നല്ലേ അഭിപ്രായം. യുവജനങ്ങളെ കൂടെ വിളിക്കണം. ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു കുടുംബ സംഗമം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നടത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രോഗ്രാമിലേക്ക് വളരെ അപ്രതീക്ഷിതമായി കടന്നു വന്ന് ഏറ്റവും നല്ല ഒരു സന്ദേശം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച എത്രയും ബഹുമാന്യനായ കെ എം ജോർജ് അച്ഛനോടുള്ള നന്ദി അത്യാദരപൂർവ്വം അറിയിക്കുകയാണ്. നമ്മളുടെ സമയപരിമിതി മൂലം ഈ പ്രോഗ്രാം ഇനി നടക്കേണ്ടതായ ബാക്കി കലാപരിപാടികളെല്ലാം നിർത്തിവെക്കുകയാണ്. ഈ പരിപാടിക്ക് മോഡ് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനി അന്ന ആൻഡ്രോസിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ പോളബ്രം അച്ഛൻ, അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് ലഭിച്ച വിശിഷ്ടാതിഥി ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ, മത്തമറിയം വനിതാ സമാജ് അംഗവും ഞങ്ങൾ ഇടവംഗവുമായ മാട്ടേ ജൂലി ആന്റി, സെൻട്രൽ സ്കൂൾ HM അനീഷ് അങ്കിൾ, മാതാപിതാക്കളെ, അധ്യാപകരെ, കൂട്ടുകാരെ, ഇന്ന് മക്കളോടൊപ്പം മക്കൾക്കൊപ്പം എന്ന പരിപാടി ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത അമ്മമാരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല.
നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും സൺഡേ സ്കൂൾ കഥകളും ഞങ്ങൾക്ക് വളരെ പുതുമയുള്ള അനുഭവമായിരുന്നു. അത് വളരെ മനോഹരമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചു. ആദ്യമായി ഈ യോഗത്തിൽ നന്ദി പറയുന്നത് അധ്യക്ഷ പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ പോളപ്പനാഥനോടാണ്. എന്നത്തെയും പോലെ അച്ഛൻ ഇന്നും വളരെ നല്ലൊരു സന്ദേശമാണ് ഞങ്ങൾക്ക് നൽകിയത്. അച്ഛനോടുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ അറിയിച്ചു കൊടുത്തു. അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് ലഭിച്ച സമ്മാനമായിരുന്നു കെ എൻ ജോർജ് അച്ഛൻ്റെ സന്ദേശം. ജോഷു അച്ഛനെ കുറിച്ചുള്ള നന്ദികൾ, ജോഷു അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ വരെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അച്ഛനോട് ഞങ്ങളുടെ ഏവരുടെയും പേരിലുള്ള സ്നേഹാദങ്ങളും നന്ദിയും ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ച മോളി ആന്റി, സുമ ആന്റി നല്ലൊരു കഥ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച് പ്രചോദിപ്പിച്ചു തന്ന ജൂലി ആന്റിയോടുമുള്ള നന്ദി ഞങ്ങൾ ഏവരുടെയും പേരിൽ അറിയിച്ചു വരുന്നു. ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുവാൻ റൂബി ആന്റി, രാജി ആന്റി, ലിലിക്കുട്ടി ആന്റി, മറ്റ് സമാജാംഗങ്ങൾ എല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി ഞങ്ങളുടെ മനസ്സും വയറിൽ നിറച്ച എല്ലാ സമാജാംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം ഇവിടെ പാട്ടുപാടി നമ്മെ സന്തോഷിപ്പിച്ച ആരോൺ, നിഖിൽ, ഏസൽ, നായൻ, മോളി ആന്റി, ഞങ്ങളുടെ പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകർ, ഒപ്പം വീഡിയോ എടുത്ത അജയ് ചാച്ചൻ എന്നിവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ഫോട്ടോ എടുത്ത് എളുപ്പം വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഒപ്പം കോൺഫറൻസ് നടത്തുകയാണ്. ദൈവത്തിന്റെ സ്നേഹവും വ്യഭിചാരത്തിന്റെ കൃപയും ആത്മാവിന്റെ സമൃദ്ധമാവാസവും നാം എല്ലാവരുടെ പേരും ഇടവകളുടെ പേരും നമ്മുടെ സമാജത്തിന്റെ പേരും ഹിന്ദുക്കളുടെ പേരും ഈ സംഗമത്തിന്റെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ.